ടുണീഷ്യയിൽ ചിത്രീകരിച്ച ആദ്യത്തെ മലയാളം സിനിമ. പിന്നെ ആസിഫ് അലിയുടെ പാൻ ഇന്ത്യൻ മൂവി 4 ലാംഗ്വേജിലാണ് റിലീസ്. അതുപോലെ തമിഴ് തെലുങ്കിലൊക്കെ മ്യൂസിക് ചെയ്യുന്ന വിശാൽ ചന്ദ്രശേഖരൻ്റെ ആദ്യത്തെ മലയാളം പടം. മോഹൻലാലിൻ്റെ പടമായ റാം പ്രൊഡ്യൂസ് ചെയ്യുന്ന അഭിഷേക് ബാനേഴ്സിൻ്റെ പ്രൊഡക്ഷൻ. ഇതൊക്കെയാണ് നമ്മളെ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ ആസിഫ് അലിയുടെ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന, ആദ്യത്തെ പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ. ദിസ് ഈസ് ബൈ റിവ്യൂ ബൈ ഡിക്റ്റേറ്റീവ് ആഗ്രോസ്. അപ്പോൾ എൻ്റെ തന്നെ ഡിക്റ്റേറ്റീവ് ആഗ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഷോർട്ട് ഫിലിം കാണാനും പിന്നെ അതുപോലെ മൂവി റിലേറ്റഡ് കണ്ടൻസിനും വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. സോ ഈ പടം എറണാകുളം ജില്ലയിൽ ലുലു മാളിൽ മാത്രമാണ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ വളരെ കുറച്ച് തിയേറ്ററിലാണ് 11 മണിക്കെങ്കിലും റിലീസാവുന്നത്. പിന്നെ മിക്ക സ്ഥലത്തും നൂൺ ഷോ, 2 മണിയുടെ ഷോ, ചില സ്ഥലത്ത് ചില തിയേറ്ററിൽ 6 മണിയുടെ ഷോ ഒക്കെയാണ് ഓപ്പണിംഗ് ആയിട്ട് വെച്ചേക്കണത്. അത് എന്താണെന്ന് ഈ പടം ഈ റിവ്യൂ കണ്ടു കഴിയുമ്പോൾ, ചിലപ്പോൾ പടം കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ബട്ട് വൈ അതൊരു ചോദ്യം തന്നെയാണ്. പിന്നെ സ്ക്രിപ്റ്റ്, കഥ നടക്കുന്നത് ഇന്ത്യയിലാണ്. ടുണീഷ്യയിലാണ് ചിത്രീകരിച്ചെങ്കിലും ആദ്യം രാജസ്ഥാനിൽ ചിത്രീകരിക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് വെച്ചത്. പക്ഷേ ടുണീഷ്യയിൽ പോയാണ് ഇവർ ചിത്രീകരിച്ചേക്കുന്നത്. അതിൻ്റെ ഒരുപാട് കഷ്ടപ്പാടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് അഭിമുഖത്തിൽ പറയപ്പെടുന്നു. അപ്പോൾ കഥ നടക്കുന്നത് ഇന്ത്യയിലാണെന്ന് നമുക്ക് ആകെ മനസ്സിലാക്കാനുള്ള ഒരു സ്കോപ്പാണ് അവിടെ ലെവൽ ക്രോസിൽ ഈസ്റ്റേൺ റെയിൽവേസ് ഇന്ത്യൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ റെയിൽവേസ് എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് അത്രയും വരുന്ന സ്ഥലങ്ങളാണ്. അതിൽ എവിടെ വേണമെങ്കിലും ആവാം. സ്ഥലം, കഥ എവിടെ നടക്കുന്നു എന്ന് ഈ സ്ക്രിപ്റ്റിൽ എവിടെയും പറയുന്നില്ല, ആവാം. ഓക്കെ. ആകെ ഒരു ലെവൽ ക്രോസും പിന്നെ തേയിലത്തോട്ടം, പിന്നെ മുറച്ച് വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ്, പിന്നെ ഒരു റെസ്റ്റോറൻറ്റ്, ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. സ്ഥലം എവിടെയാണെന്ന് ഇതിൻ്റെ ഒരു ഡെത്തും പറയുന്നില്ല. കണ്ടുമുട്ടുന്ന 3 പേര്, അമല പോൾ, ഷറഫുദ്ദീൻ, അതേപോലെ തന്നെ ആസിഫ് അലി, ഇവരുടെ ബാക്ക് സ്റ്റോറീസ് വെച്ചിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ കഥയുടെ പ്രമേയം. ക്യാമറ വരുന്നത് അപ്പു പ്രഭാകറാണ്. പിന്നെ വൈറ്റ് ഷോട്ട്സ്, അതേപോലെ തന്നെ ഇൻവേർട്ടഡ് ഷോട്ട്സ്, കുഴപ്പമില്ല. പിന്നെ 2 ടണൽ ഒരുമിച്ച് വരുന്ന ഫ്രെയിംസൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു മെച്ചായുണ്ട്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു സൈക്കോ മൂഡ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രെയിംസ്, അതൊക്കെ വളരെ എടുത്തു പറയേണ്ട സാധനങ്ങൾ തന്നെയാണ്. BGM അത് കൊടുക്കാൻ പാകത്തിനുള്ളൊരു പടം ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സംശയമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ BGM പ്ലേസ് ചെയ്തേക്കുന്നതൊക്കെ നമുക്ക് പലപ്പോഴും പല സ്ഥലത്തും ഒരു മിസ്പ്ലേസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സ്ലോ ഫേസിൽ പോകുന്ന ഒരു പടം ഇതിൻ്റെ ഇൻ്റർവെല്ലായി കഴിയുമ്പോൾ എത്തുമ്പോൾ ഒരു ട്വിസ്റ്റ് അങ്ങോട്ട് ഇട്ട് തരും. എൻ്റെ പൊന്നു, അപ്പം നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഹാഫ് പൊളിക്കുമെന്ന്. ഓ ബേബി. പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ ചറപറ ട്വിസ്റ്റാണ്. 1 ട്വിസ്റ്റ്, 2 ട്വിസ്റ്റ്, 3 ട്വിസ്റ്റ്, അങ്ങനെ ഒരു 5-6 ട്വിസ്റ്റ്. ഈ ട്വിസ്റ്റൊക്കെ കഴിയുമ്പോൾ ആർക്കാണ് പ്രാന്ത് എന്നുള്ളത് നമുക്ക് ഒരു പ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആസിഫ് അലിക്കാണോ പ്രാന്ത്, അമല പോളിനാണോ പ്രാന്ത്, ഷറഫുദ്ദീനാണോ പ്രാന്ത്, അതോ ഇത് ഉണ്ടാക്കിയ ആൾക്കാണോ പ്രാന്ത്, അതോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കാണോ പ്രാന്ത് എന്നൊരു അവസ്ഥ, പ്രാന്ത് പിടിച്ചൊരവസ്ഥയിലേക്ക് ഇത് കാണുമ്പോൾ നമ്മളെത്തും. പിന്നെ ഫീൽ ഉണ്ടാക്കാത്ത കഥയാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. കൃഷി വരൾച്ച വന്നതുകൊണ്ട് വന്ധ്യംകരണം നടത്തുന്ന, അതായത് പ്രസവം നടത്തുന്ന, അങ്ങനെ വേണമെങ്കിൽ പറയാം, പുരുഷ വന്ധ്യംകരണമാണ് നടത്തുന്നത്. ഞാൻ മനസ്സിലാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. നോക്സ്പാൽ വാസ്റ്റമി നടത്തുന്ന ഒരു കരളലിയിക്കുന്ന കർഷകൻ, അത് ശരിക്കും ഒരു കരളലിയിക്കുന്ന ഒരു കാഴ്ചയായി പോയി. ഉഫ്, എൻ്റെ പൊന്നോ. പിന്നെ ക്ലീഷയും കൊണ്ട് മാലപ്പടക്കം തീർത്തപ്പോഴും ആസിഫിൻ്റെ മേക്കപ്പോ അഭിനയം കൊണ്ടോ ഞെട്ടിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ട്രെയിലറിനൊക്കെ നമ്മളത് കണ്ടിട്ടാണല്ലോ പോകുന്നത്. എൻ്റെ പൊന്നോ, ഈ ആസിഫിൻ്റെ മാനറിസം, അതായത് പൊട്ടത്തരം തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനറിസം, ഇങ്ങനെ കണ്ണടയ്ക്കും, ഇങ്ങനെ നോക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഒരു പ്യുവർലി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന ഒരു രീതിയിലാണ് അത് എടുത്തു വെച്ചേക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ സൂര്യമാനസത്തിലെ മമ്മൂട്ടി ആ ലെവലാണെന്നാണ് ഞാൻ വിചാരിച്ചത് തുടക്കത്തിൽ. പിന്നീടാണ് മനസ്സിലായത് ഇത് അതിലേക്കല്ല പോകുന്നത്, അതിലും താഴത്തേക്കാണ് പോകുന്നതെന്നുള്ളത്. എന്തായാലും ഗസ്റ്റ് റോളിൽ വരുന്ന ലാൽ ജോസും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഇന്ദ്രൻസും ഒക്കെ കൂടിയായിട്ട്, പിന്നെ ഈ പടം സംവിധായകൻ ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ മാത്രം തോന്നലല്ല. പടം കണ്ടു നോക്ക്, നിങ്ങൾക്കും അങ്ങനെ തോന്നുമായിരിക്കും. ഓക്കെ.
അപ്പോൾ പടം കണ്ടവരുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ പറയുക. ഞാൻ അത് കഴിഞ്ഞിട്ട് പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നേരെ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ അപ്പുറത്തെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിരുന്ന രണ്ടുപേര്, ചേട്ടാ ഇത് പടം എങ്ങനെയുണ്ട് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല, കാരണം റിവ്യൂ എടുക്കുകയാണല്ലോ, കാണണം, കണ്ണ് വീഴ്ച കാണണം, ഇത് എഴുതണം, എന്തൊക്കെ പരിപാടികളാണ്. അപ്പോൾ അവർ പറയാണ്, ചേട്ടാ ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങി, സീക്രട്ട് കണ്ടിട്ട് നന്നായിട്ട് ഉറങ്ങി എന്ന് പറയാണ്. ഓഹ് ഭാഗ്യം. ഇനിയിപ്പോൾ അതും കൂടി കാണാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല, പറ്റില്ലാത്തതുകൊണ്ടാണ്. ഇവർ രണ്ടുപേരും ശരിക്കും ആസിഫ് അലി, നിങ്ങൾ ട്രോളൊക്കെ കാണുന്നതാണല്ലോ, ആസിഫ് അലി ഒരു പടക്കം ഇറക്കുമ്പോൾ വിനീത് ശ്രീനിവാസൻ അടുത്ത പടക്കം ഇറക്കുന്നു, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൊക്കെയാണ്, എന്ത് ചെയ്യാനാ. അപ്പോൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക. ഡിറ്റക്റ്റീവ് അഗ്രൂസ് ഷോർട്ട് ഫിലിം അടുത്ത് തന്നെ ഇറങ്ങുന്നതാണ്, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സൈനിങ് ഓഫ്.